നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത് മോണിറ്ററി പോളിസി എന്ന് പറയുന്ന ടോപ്പിക് അല്ലെ. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നേ? നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് നമ്മൾ കയറി അല്ലെ. ഇന്ത്യയുടെ ബാങ്കിങ് സ്ട്രക്ചറിന്റെ ഡിസ്കഷൻ. അറ്റ് ദി ടോപ്പ് വി ഹാവ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്ക്സിനെ നമ്മൾ സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പൊ നമ്മള് ബാങ്ക്സിനെ ജനറലി നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു? സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കും നോൺ സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കും. ആ സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൽ കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഓരോ ടൈപ്പ് ബാങ്ക്സും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? സെക്കൻഡ് പോയിന്റ്, നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻസിലേക്ക് നമ്മൾ കയറി. രണ്ട് ഇമ്പോർട്ടന്റ് ലെജിസ്ലേഷൻ ആണ്. ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934, സെക്കൻഡ് വൺ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ശരിയല്ലേ? ഇനി റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷനിലേക്ക് കടന്നപ്പോ എന്താണ്? ഗവൺമെന്റിന്റെ ബാങ്കർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ഗവൺമെന്റിന് ഡെഫിസിറ്റ് വരുന്ന സമയത്ത് ദേ വിൽ ഗോ ഫോർ ഡെറ്റ് ഫൈനാൻസിങ് അല്ലെ. അവർ കടമെടുക്കും. ആ കടമെടുക്കുന്നതിലെ ഡിഫറെന്റ് ടൂൾസ് നമ്മൾ ജനറലി ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ കീഴിൽ നമ്മൾ പഠിച്ചു. ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഷോർട്ട് ടേം അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റും ലോങ് ടേം അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സും അല്ലെ. അതിൽ ഷോർട്ട് ടേം മെഷർമെന്റ് അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിലാണ് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നത്? ട്രഷറി ബിൽസ് വരുന്നത്. ട്രഷറി ബിൽസിന്റെ പ്രത്യേകത പല ഡ്യൂറേഷൻ ഉണ്ട്. മാക്സിമം ഡ്യൂറേഷൻ 364 അല്ലെ. ഇനി അതേപോലെ is it possible for state government to issue treasury bills? No. ആർക്ക് മാത്രമാണ് ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ പറ്റുള്ളൂ. മോർ ദാൻ 1 ഇയറിനെ നമ്മൾ ഡേറ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയും അല്ലെ. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കേസിലാണെങ്കിൽ ഡേറ്റഡ് സെക്യൂരിറ്റീസിന് എന്തെന്ന് പേര് വിളിക്കും? SDL, സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോൺസ്. പിന്നെ നമ്മൾ വേസ് ആൻഡ് മീൻസ് അഡ്വാൻസസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഥകളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇന്ത്യയിലേക്ക് കടന്നു. MPC, മോണിറ്ററി പോളിസി കമ്മിറ്റി. ഉദ്ദേശം എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ഇൻഫ്ലേഷൻ വിത്ത് ദി ഒബ്ജക്റ്റീവ് ഓഫ് ഗ്രോത്ത് അല്ലെ. MPC എന്ന് പറയുമ്പോൾ അതിൽ ടോട്ടല് 6 മെമ്പേഴ്സ് ആണുള്ളത്. 3 ഫ്രം ദി RBI and 3 അപ്പോയിന്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്. അവരുടെ ഉദ്ദേശം എന്താണ്? ഇൻഫ്ലേഷൻ ഫോർ ±2% ലിമിറ്റ് ചെയ്യണം. അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താ? MPCക്ക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവർ ഒരുപാട് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ടൂൾസുകൾ ഉപയോഗിക്കും. അത്തരം ടൂൾസിനെയാണ് നമ്മൾ ഇനി ഏത് ടോപ്പിക്കിൽ പറയാൻ പോകുന്നത്? മോണിറ്ററി പോളിസി. ജനറലി മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? എക്കണോമിയിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനുള്ള പോളിസീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോണിറ്ററി പോളിസി. വൈ? എന്തിനാണ് ഈ മോണിറ്ററി പോളിസിയുടെ പർപ്പസ് എന്ന് പറയുന്നത്? ഒരു എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ഹൈ ആണെങ്കിൽ നമ്മൾ എപ്പോഴും എന്തിനു ശ്രമിക്കും? ടു റെഡ്യൂസ് ദി ഇൻഫ്ലേഷൻ. പ്രശ്നമില്ലല്ലോ. ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താ? ടു റെഡ്യൂസ് ദി മണി സപ്ലൈ ഇൻ ദി എക്കണോമി. സിമിലർലി നമ്മുടെ എക്കണോമി എന്തിലേക്ക് മൂവ് ചെയ്യാണ്? നമ്മുടെ നെഗറ്റീവ് ഗ്രോത്ത് അല്ലെങ്കിൽ റിസഷൻ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഒബ്വിയസ്ലി റിസഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം? ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതേപോലെ തന്നെ ചെറിയ അളവിൽ എന്ത് വേണം? ഇൻഫ്ലേഷൻ വേണം. ആ സമയത്ത് നമ്മൾ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. MPC എന്ന് പറയുമ്പോൾ അവർ എപ്പോഴും ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കുറയ്ക്കാനല്ല ശ്രമിക്കുക. ദേ ഓൾവേസ് ഡു വാട്ട് ടൈപ്പ് ഓഫ് മോണിറ്ററി പോളിസി? കൗണ്ടർ സൈക്ലിക്കൽ മോണിറ്ററി പോളിസി. ഇതുപോലെ ഗവൺമെന്റ് എടുക്കുകയാണെങ്കിൽ കൗണ്ടർ സൈക്ലിക്കൽ ഫിസ്ക്കൽ പോളിസി. ഇതെല്ലാം ക്ലിയർ അല്ലേ? എന്റെ കൗണ്ടർ സൈക്ലിക്കൽ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ ദി എക്കണോമി ബോത്ത് RBI ആൻഡ് ഗവൺമെന്റ് വിൽ ഡു ദി ഓപ്പോസിറ്റ് അല്ലെ. എക്കണോമിയിൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ RBI മോണിറ്ററി പോളിസിയിലൂടെ എന്താണ് ടാർഗറ്റ് ചെയ്യുക? മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യാൻ. പിന്നെ ഓരോ ടേമുകളും നമ്മൾ പറയുമ്പോഴും ഓരോത് എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ കേട്ടോ. സിമിലർലി എക്കണോമിയിൽ മണി സപ്ലൈ വളരെ കുറവാണെന്ന് വിചാരിക്കുക. ലോവർ മണി സപ്ലൈ ആണെങ്കിൽ MPCയുടെ ഇന്റൻഷൻ എന്തായിരിക്കും? ടു ഇൻക്രീസ് ദി മണി സപ്ലൈ. അത്രേ ഉള്ളൂ. Now we are moving to what are the different tools and techniques used by MPC or in general RBI.
ഇതിൽ ഈ ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. ജസ്റ്റ് അതിന്റെ പേരുകളും ഒരു സിമ്പിൾ ഡെഫിനിഷന് ഞാൻ പറയുള്ളൂ. ദാറ്റ്സ് നോട്ട് വെരി മച്ച് ഇമ്പോർട്ടന്റ്. വാട്ട് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ്. സോ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി MPC ഉപയോഗിക്കുന്ന ടെക്നിക്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് വൺ ക്വാണ്ടിറ്റേറ്റീവ്, സെക്കൻഡ് വൺ ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന പേര് ഇതിന് വരാനുള്ള കാരണം ഇറ്റ് വിൽ ഡയറക്ട്ലി കൺട്രോൾ ദി amount or quantity of money in the economy. Why it is called quantitative is very simple. It will directly reduce or increase the money supply. That is, it will depends on the quantity of the money supply in the economy. Qualitative എന്ന് പറയുമ്പോൾ അത് ഡയറക്ട്ലി ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യില്ല. RBI എടുക്കുന്ന ചില ഇൻഡയറക്റ്റ് മെഷേഴ്സ് ആണ് ക്വാളിറ്റേറ്റീവില് വരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിലെ ലാസ്റ്റ് വൺ നോക്കിയേ. ക്വാളിറ്റേറ്റീവില് പബ്ലിസിറ്റി എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. നമ്മളിപ്പോ ന്യൂസ് പേപ്പർ ഒക്കെ വായിക്കുന്ന സമയത്ത് ഇപ്പൊ മോണിറ്ററി പോളിസി ഒരു ഡിസിഷൻ എടുത്തു. എന്താണ്? എക്കണോമിയിലെ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ അല്ലെ? എന്താണ് ഇന്റൻഷൻ? എക്കണോമിയിലെ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യണം. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാണോ ചെയ്യുക, കുറയ്ക്കാണോ ചെയ്യുക? ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാണോ ചെയ്യുക, കുറയ്ക്കാണോ ചെയ്യുക? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ എന്താ സംഭവിക്കുക? പ്രൈവറ്റ് സെക്ടറിനാണെങ്കിലും നമ്മളെ പോലെയുള്ള ഇൻഡിവിജ്വൽസിനാണെങ്കിലും ലോൺ എടുക്കുമ്പോൾ ഹയർ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. ഒബ്വിയസ്ലി നമ്മളത് ചൂസ് ചെയ്യില്ല. അപ്പൊ എന്താണ്? മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയ. മറിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാലോ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യും. കൂടുതൽ പ്രൈവറ്റ് എൻറ്റിറ്റീസ് ലോൺ എടുക്കും, അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഇറ്റ് വിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും? എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യും, കൺസപ്ഷൻ ഇൻക്രീസ് ചെയ്യും, സേവിങ്സ് ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ പറയുന്നത്? അപ്പോ ഈ മോണിറ്ററി പോളിസി, ഈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന വാക്കിന് പകരം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ. ആക്ച്വലി അത് എ കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്ക് കാണാം. അപ്പോ MPC റിപ്പോ റേറ്റിലോ റിവേഴ്സ് റിപ്പോ റേറ്റിലോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് എവിടെ പബ്ലിഷ് ചെയ്യാറുണ്ട്? RBI ബുള്ളറ്റിനിൽ പബ്ലിഷ് ചെയ്യും, ന്യൂസ് പേപ്പേഴ്സിൽ പബ്ലിഷ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ പബ്ലിസിറ്റി കൊടുത്തത് കൊണ്ട് മണി സപ്ലൈയുടെ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. ആക്ച്വലി റിപ്പോയും റിവേഴ്സ് റിപ്പോയും മാറ്റുന്നത് കൊണ്ടാണ് മണി സപ്ലൈ മാറുന്നത്. അല്ലാതെ RBI അത് ന്യൂസ് പേപ്പറിൽ കൊടുത്തത് കൊണ്ടല്ലല്ലോ മാറുന്നത്. ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്നത് എന്തിനായിരിക്കും? നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടാൻ. RBI റിപ്പോ റേറ്റ് കുറയ്ക്കുന്നുണ്ട്, ഇപ്പൊ ലോണുകളുടെ ലോവർ ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. മേ ബി യു ക്യാൻ ഗോ ടു ബാങ്ക്സ് ആൻഡ് എൻക്വയർ ഫോർ ദി ന്യൂ ലോൺസ് അല്ലെ. അപ്പൊ ഡയറക്ട്ലി അത് മണി സപ്ലൈയെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത്തെ നോക്കിയ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് കുറച്ചു. ഓക്കെ അല്ലെ? റിസർവ് ബാങ്ക് റിപ്പോ റേറ്റ് കുറയ്ക്കുമ്പോൾ എന്താണ് RBI ഉദ്ദേശിക്കുന്നത്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. ശരിയല്ലേ? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യണം. അതിന് പകരം ഒരു പ്രത്യേക കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പേര് A. ഈ A എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിന് പകരം കൂട്ടി എന്ന് വിചാരിക്കുക. വയലേഷൻ ഓഫ് RBI ഗൈഡ് ലൈൻ അല്ലേ? ഡെഫിനറ്റ്ലി RBI അയാൾക്കെതിരെ എന്തെടുക്കും? ആക്ഷൻ എടുക്കും. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡയറക്റ്റ് ആക്ഷൻ. എഗെയിൻ ഈ ഒരു ആക്ടിവിറ്റിയിൽ മണി സപ്ലൈ നേരിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ ആക്ഷൻ എടുക്കുമെന്ന പേടിയുള്ളത് കൊണ്ട് ആ ബാങ്ക് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യും, മണി സപ്ലൈയിൽ ചേഞ്ച് വരും. ഓക്കെ ആണോ? രണ്ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താ? ക്വാണ്ടിറ്റേറ്റീവ് വിൽ ഡയറക്ട്ലി affect the money supply in the economy. Qualitative ആണെങ്കിലോ indirectly influence or affect the money supply in the economy. എളുപ്പല്ലേ? പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് ഇവരെ പേരൊക്കെ ഒന്ന് വായിക്കാം. അതിനുശേഷം ഓരോ ആളുകളെയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓരോ ടൈമും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്ന ഡിഫറെന്റ് ടൂൾസ് ആണ്. ഫസ്റ്റ് വൺ ക്യാഷ് റിസർവ് റേഷ്യോ, നമ്മൾ അതിനെ CRR എന്ന് വിളിക്കും. സെക്കൻഡ് വൺ ബാങ്ക് റേറ്റ് BR. തേർഡ് വൺ SLR,
സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. നമ്മൾ ഇതിന്റെ മുന്നത്തെ ഒരു സ്ലൈഡിൽ ഈ വാക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നു, അത് നമുക്ക് ഇവിടെ ചെയ്യാം. നെക്സ്റ്റ് വൺ റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്. നെക്സ്റ്റ് വൺ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ OMO. ക്വാളിറ്റേറ്റീവിൽ വരുന്ന ഡിഫറെന്റ് ടേമുകളാണ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ് ഓർ പ്രിയോറിറ്റി സെക്ടർ ലെൻഡിങ്. അത് കൈയോടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. പ്രിയോറിറ്റി സെക്ടർ ലെൻഡിങ് ഞാൻ ഒരു അഡീഷണൽ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിന് കൂടുതൽ ലോൺസ് പോകണം. എന്താ കാരണം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഈ ബഡ്ജറ്റിൽ ഒരുപാട് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസ് അല്ലെങ്കിൽ പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, റോഡാവാം, ഓക്കെ അല്ലേ, ഒരു പോർട്ടാവാം, ഒരു എയർപോർട്ട് ആവാം, ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കാം, ഓക്കെ അല്ലേ. അപ്പൊ ഏതെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഈ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി അതിന് എന്ത് വേണം, ഹൈ ക്യാപിറ്റൽ അല്ലെങ്കിൽ കുറെ പൈസ വേണ്ടി വരില്ലേ. ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിന് പ്രോപ്പറായി ക്യാപിറ്റൽ കിട്ടാൻ അല്ലെങ്കിൽ ലോൺ കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് ആരോട് പറയാണ്, സോറി, RBI മുഖേന ആരോട് പറയാണ്, ബാങ്കുകളോട് പറയാണ്, ഈ വർഷം നിങ്ങൾ പുതുതായി ഇഷ്യൂ ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണമെന്ന് RBIയോട് പറയാൻ പറഞ്ഞു, ഓക്കെ അല്ലേ. അപ്പൊ എന്താണ് ഗുണം, ഒരു പർട്ടിക്കുലർ സെക്ടറിലേക്ക് കൂടുതലായിട്ട് എന്ത് ഫ്ലോ ചെയ്യാൻ തുടങ്ങും, ഇൻഫ്രാസ്ട്രക്ചറിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ് എല്ലാം എന്തെടുക്കും, കൂടുതൽ ലോൺസ് എടുക്കും. കൂടുതൽ ലോൺസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കും, ഇൻഫ്രാസ്ട്രക്ചറിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്യും അല്ലെ. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ടറിന്, അടുത്തൊരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്, MSME. ഈ MSMEയുടെ പ്രത്യേകത ഇന്ത്യയിലെ ഏകദേശം 30%, 30% ആളുകൾ ജോലി ചെയ്യുന്ന മേഖലയാണ് MSME, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്, ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ എന്ന് നമ്മൾ പറയാറില്ല. ഇപ്പൊ ഈ MSME നമ്മൾ ഈ വർഷം ടാർഗറ്റ് ചെയ്യണം. എന്താ MSME ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അറിയോ, ഗവൺമെന്റ് ഒരു സ്കീം കൊണ്ടുവന്നു, ഈ വർഷം ഞങ്ങൾ 10 lakhs പുതിയ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാഗ്ദാനം കൊണ്ടുവരണം. അപ്പൊ പുതിയ ജോബ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് വേണം, പുതിയ എന്റർപ്രൈസസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കമ്പനികൾ വേണ്ടേ. അപ്പോ ആ അത്തരം ചെറിയ കമ്പനികളാണ് മെയിൻസ് ടോപ്പിക് ആണ് കേട്ടോ, MSME എടുക്കും. അത്തരം കമ്പനികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് MSME. MSMEയിലേക്ക് കൂടുതൽ ലോൺ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, കുറെ ആളുകൾ ലോൺ എടുക്കും. അവർ 2-3 ആളുകളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ എന്റർപ്രൈസസ് ഫോം ചെയ്യും. ഇപ്പൊ 2-3 ആളുകളെ വെച്ചുള്ള എന്റർപ്രൈസസ് ഒരു 100 എണ്ണം ഫോം ചെയ്താലോ 100 into 3 300 ജോബ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇത്തരത്തില് ഏതെങ്കിലും ഒരു സെക്ടറിലേക്ക് കൂടുതൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി RBIക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ്, ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, വേരിയേഷൻ ഓഫ് മാർജിൻ റിക്വയർമെന്റ്. നമ്മളിപ്പോ ഇൻഫ്രാസ്ട്രക്ചർ, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഉള്ളിലും പല ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. ഒരു കമ്പനികളാണെങ്കിൽ അവരൊരു ഹൗസിംഗ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെ. ഹൗസിംഗ് സ്കീം എന്ന് പറയുമ്പോൾ എന്താ, ഒരുപാട് വീടുകൾ പണിത് കൊടുക്കുന്ന ഒരു സ്കീം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇനി നമ്മൾ ഇൻഡിവിജ്വൽസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിലോ, ആ ഹൗസിംഗ് സ്കീമിലെ ഒരു വീട് നമ്മൾ വാങ്ങാന്ന് വിചാരിക്കും, മോസ്റ്റ്ലി നമ്മൾ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടല്ലല്ലോ വാങ്ങാ, നമ്മൾ എന്താണ്, ബാങ്ക് ലോൺ എടുക്കും, ശരിയല്ലേ. ഈ വർഷം ഗവൺമെന്റ് പറയാണ് 100, ഒരു എക്സാമ്പിൾ പറയാണ് കേട്ടാ, 100 ഹൗസ് ഹോൾഡ്സിന് പുതിയ വീട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പറയാണ്, ഓക്കെ അല്ലേ. ഗവൺമെന്റിന്റെ പ്രൊക്ലമേഷൻ എന്താണ്, ഈ പർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഇയറിൽ 100 ആളുകൾക്ക് ഒരു വീട് പർച്ചേസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഗവൺമെന്റ് ഒരുക്കും. ഗവൺമെന്റ് ഒരുക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ഗവൺമെന്റ് അതിന് ഫുൾ പേയ്മെന്റ് കൊടുക്കല്ല. ഗവൺമെന്റ് എന്ത് ചെയ്യും, ത്രൂ RBI പറയും, ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്സ് ഹൗസിംഗ് ലോൺ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു കൊടുക്കാൻ വേണ്ടി ആര് റെക്കമെൻഡ് ചെയ്യും, RBI റെക്കമെൻഡ് ചെയ്യും. ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു സബ് സ്കീമാണ് എന്ത്, ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത്. ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണെങ്കിലോ കൂടുതൽ ആളുകൾ ഹൗസിംഗ് ലോൺ എടുത്ത് ഒരു വീട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്, ഓക്കെ അല്ലേ.
തേർഡ് വൺ റെഗുലേഷൻ ഓഫ് കൺസ്യൂമർ ക്രെഡിറ്റ്. ഇതെല്ലാം സെയിം സാധനം തന്നെയാണ് കേട്ടോ. മാർജിൻ റിക്വയർമെന്റ് കൺസ്യൂമർ ക്രെഡിറ്റും തമ്മിലുള്ള വ്യത്യാസം, മാർജിൻ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 4%, 5%, 6% മാറ്റാം. കൺസ്യൂമർ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ കൺസ്യൂമേഴ്സിന്റെ ഇടയിൽ തന്നെ പല ആളുകളിലേക്ക് ലോണ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിനെയാണ് കേട്ടോ. ഇപ്പൊ ഹൗസിംഗ് ലോൺ തന്നെ എടുത്തു എന്ന് വിചാരിക്കും മക്കളെ. ഇതിൽ എന്തിനുള്ള ഓപ്ഷൻ ഉണ്ട്? ഫീമെയിൽ ഹെഡ് ആയിട്ടുള്ള. ഈ ഹൗസിംഗ് ലോണിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നത് ഒരു ഫീമെയിൽ ഹെഡ് ആയിട്ടുള്ള ആളുടെ പേരിലാണ് ലോൺ എടുക്കുന്നത് എന്ന് വിചാരിക്കുക. അവർക്ക് മാത്രമാണ് റിസർവ് ബാങ്ക് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇത് എന്തിന്റെ ഇൻഡിക്കേഷൻ ആണ്? വുമൺ എംപവർമെന്റിന്റെ ഇൻഡിക്കേഷൻ ആണ്. ഇപ്പോ ഹൗസിംഗ് ലോണില് ഫീമെയിൽ ഹെഡ് ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ ആ വീട് വാങ്ങുന്നത് ഒരു വുമണിന്റെ പേരിലാണെങ്കിൽ മാത്രമാണ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാന്ന് വിചാരിക്കുക. വീട് വാങ്ങുന്ന ആളുകളൊക്കെ എന്തിന് ട്രൈ ചെയ്യും? ആ ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ ആ വീട് വാങ്ങുന്നത് ആ വീട്ടിലൊരു മുതിർന്ന സ്ത്രീയുടെ പേരിൽ വാങ്ങാൻ ശ്രമിക്കും അല്ലെ. ഇപ്പൊ ഫീമെയിൽസിന്റെ പേരിൽ എന്ത് കൂടും? അസറ്റ് ഇൻക്രീസ് ചെയ്യും. അസറ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താ? വുമൺ എംപവർമെന്റ് ആണ്. മനസ്സിലായോ? ഓരോ കാറ്റഗറിയുടെ ഉള്ളിലും സബ് ക്ലാസിഫിക്കേഷൻ RBIക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മോറൽ സൂസൈൻ, ഡയറക്റ്റ് ആക്ഷൻ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. ഇപ്പൊ ബാങ്ക്, നമ്മുടെ ഈ A എന്ന് പറയുന്ന ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചില്ല. ഓക്കെ ആണല്ലോ ഇതുവരെ? RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. അപ്പൊ RBI എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? മറ്റു ബാങ്കുകളെല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. A എന്ന് പറയുന്ന ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചില്ല. അപ്പൊ RBI ഒന്ന് പറയും ബാങ്കിനോട്, ഞങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചല്ലോ, നിങ്ങൾക്ക് കുറച്ചുകൂടെ. വളരെ സമാധാനപരമായി പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് മോറൽ സുസൈൻ. ഓക്കെ അല്ലേ? ഇനി അവരോട് പറയും, ഞങ്ങൾ വളരെ സമാധാനമായിട്ട് നിങ്ങളോട് പറഞ്ഞു ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ, നിങ്ങൾ കുറച്ചില്ലല്ലോ, എന്നൊരു കാര്യം ചെയ്യും, RBIയിലേക്ക് ഇത്ര കോടി നിങ്ങൾ ഫൈൻ അടച്ചു. ദാറ്റ് ഈസ് ഡയറക്റ്റ് ആക്ഷൻ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? RBI ഒരു ബാങ്കിനോട് റെക്കമെൻഡ് ചെയ്യാണ്, ഓൾറെഡി ഞങ്ങൾ റിപ്പോ റേറ്റ് കുറച്ചു, ഇൻട്രസ്റ്റ് റേറ്റ് കുറയണല്ലോ എക്കണോമിയില്, അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ, നിങ്ങൾ എന്തിനാണ് കൂട്ടുന്നത് എന്ന് വളരെ പൊളൈറ്റ് ആയിട്ട് അവർക്കൊരു ഓർഡർ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ കൊടുക്കുന്നതാണ് മോറൽ സുസൈൻ. ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ദാറ്റ് റെക്കമെൻഡേഷൻ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചില്ലെങ്കിൽ ഡെഫിനറ്റ്ലി RBI എന്ത് പറയും? ഒന്നല്ലെങ്കിൽ അവർ ബാങ്കിങ് ലൈസൻസ് ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ അവരോട് പറയും നിങ്ങളൊരു പീനൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു പീനൽ റേറ്റ് RBIയിലേക്ക് എന്തടയ്ക്കണം? അടയ്ക്കണം എന്ന് പറയും. മോസ്റ്റ്ലി ഇൻ ദി ഡിനോമിനേഷൻ ഓഫ് സം ക്രോർസ് ഓർ സംതിങ്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ആക്ഷൻ. പബ്ലിസിറ്റി എന്ന് പറയുന്നത് RBI പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ എക്കണോമിയുടെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊന്നാണ് കൺസ്യൂമർ ട്രസ്റ്റ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പബ്ലിക്കേഷൻ. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റത്തിൽ കസ്റ്റമേഴ്സിന് എത്രത്തോളം ട്രസ്റ്റ് ഉണ്ട് എന്നത് RBI ഒരു സർവേ കണ്ടക്ട് ചെയ്ത് അതിന്റെ ഡാറ്റ കൺക്ലൂഡ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് കൺസ്യൂമർ ട്രസ്റ്റ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ അല്ലെ? ഇത്തരത്തിലുള്ള പല ഇൻഡെക്സുകൾ RBI പബ്ലിഷ് ചെയ്യാറുണ്ട്, വിച്ച് വിൽ ബി പബ്ലിസൈസ്ഡ് ത്രൂ RBI ബുള്ളറ്റിൻ ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. ഓക്കെ അല്ലേ? ഇത്രയും അറിഞ്ഞാൽ മതി കേട്ടോ. ഒരുപാട് വർഷങ്ങളായിട്ട് ചോദ്യമൊന്നും ഇല്ല ക്വാളിറ്റേറ്റീവിൽ നിന്ന്, മറിച്ച് ക്വാണ്ടിറ്റേറ്റീവിൽ നിന്ന് മിനിമം ഒരു പ്രിലിമിനറി ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. മിനിമം ഒരു പ്രിലിമിനറി ക്വസ്റ്റ്യൻ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവിന്റെ സെക്ഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം.